എൻ്റെ പൊന്നോ, ഞാനേ 4 ദിവസം കഴിഞ്ഞു ഈ ടർബോ ഇറങ്ങി അന്ന് തൊട്ട് ടിക്കറ്റ് എടുക്കാൻ പോണതാ. ഇതുവരെ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇതേ കണ്ടു. ഇവിടെ ഈ പറഞ്ഞ കുറച്ച് മറുനാടൻ നാരദനും അതുപോലെ ഞാറക്കൊക്കും ഒക്കെ കൂടിയിട്ട് പടത്തിനെ എത്ര മാത്രം വിമർശിച്ചു എന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്താണ്, എങ്ങനെയാവും പടം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇന്നേത് ഇപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞിട്ടായിട്ട് കയറിയിരിക്കുന്ന ടൈം അത്. ഈ ജാതി തള്ളൊക്കെ തള്ളി എന്തിനാടോ നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിഷം കലക്കണ? കൊക്കിനല്ല കേട്ടാ, ആ മറുനാടൻ നാരദന് പറഞ്ഞാണ് ഞാൻ ഈ വാക്ക്. എന്തിനാണ്ടാ ഇങ്ങനെ ഇരുന്നിട്ട് നീ വിഷം കലക്കി നമ്മുടെ ഈ നാട്ടിലെ സൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? നിനക്കതുകൊണ്ട് എന്ത് നേട്ടം? നീ അതുകൊണ്ട് നേടുന്നത് വെറും കാശാ. പക്ഷെ ജനങ്ങളെ, ബന്ധങ്ങളെ നീ വേർതിരിച്ച് കാണിക്കരുതിട്ടാ നാരദ. ഇനിയെങ്കിലും നിർത്തറ. നീ ജാതി പറഞ്ഞും മതം പറഞ്ഞും മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്ന ആ പരിപാടി നീ അവസാനിപ്പിക്കുക. ഗഡികളെ നിങ്ങൾ കാണ് പടം പോയിട്ട്. പിന്നെ കൊക്കെ, നിനക്ക് മോഹൻലാലിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിനോടോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോടോ ആരെങ്കിലോടും നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ അത് സ്വകാര്യമായി നിൻ്റെ കുടുംബത്തോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നിൻ്റേതായുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് പറയും. അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് നീ അത് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് നീ മനസ്സിലാക്കടാ. നിന്നെക്കൊണ്ട് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പറ്റൂടാ? ഉണ്ടാ? വേണ്ട. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാം നിനക്ക്? അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവന് വയ്യ, മറ്റേത് എന്താ നിന്നെക്കൊണ്ട് വല്ലതും പറ്റുണ്ടാ? ഇത് മലയാള സിനിമനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞത് നിൻ്റേതായുള്ള അപ്പോൾ അങ്ങനെ ഇനിയെങ്കിലും നിർത്തിക്കൂടറാ. നിന്നെപ്പോലൊക്കെ ഉള്ള ആളുകൾ ഏതോ റൂമിൽ ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ 4 ആളുടെ മുന്നിലേക്കും ഇതേപോലുള്ള ചീത്തയായ ഒരു സന്ദേശം അയച്ചു കൊടുത്തിട്ട് ഈ മുട്ടനാടിൻ്റെ പണിയെടുപ്പിക്കുന്ന ഒരു പണി നീ നിർത്തേണ്ട സാജൻ സാറേ. പിന്നെ കൊക്കെ, നിനക്കും വലിയ ആയുസൊന്നുമില്ല. യൂട്യൂബിലിരുന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക. പക്ഷേ അതിനും ഒരു സമയമുണ്ട്. നിനക്കിപ്പോൾ മനസ്സിലായുള്ളത് ഇതുപോലെ നല്ല പടങ്ങളെ നെഗറ്റീവ് പറയുക, 4 ആൾ തീർ പറയുക, അപ്പം നിൻ്റെ ചാനലിന് കുറച്ച് റേറ്റിംഗ് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ നീ കാട്ടിക്കൊടുക്കുന്ന അഭ്യാസമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയെങ്കിലും നല്ലതിനെ നല്ലതെന്ന് പറയിപ്പിക്കുക. അത് നിനക്ക് പറ്റിയെങ്കിൽ അത് ചെയ്യും. എന്തിനാടാ? അല്ലേ, എന്തിനാടാ? എന്തായാലും പടം ഞാൻ കണ്ടു. എന്നാലും ഈ പറയുന്ന വേസ്റ്റുകളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് പറയാം, പടം നല്ലൊരു പടം തന്നെയാണ്. മാസ് പടം എന്ന് നമ്മൾ ആദ്യമേ കേട്ട പോലെ തന്നെ നല്ല മാസ് പടം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പടം അതിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. 4 ദിവസം കൊണ്ട് 52 കോടിയാണ് ഈ പടം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അതും നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? എത്രമാത്രം നിങ്ങൾ നശിപ്പിക്കാൻ നോക്കും തോറും അത്രയും അവർ ഉയർന്ന് പറന്ന് മുന്നോട്ട് പോവുള്ളൂ. ഇനിയും വിട്ട് പിടിയടാ, വേറെ വല്ല മരത്തുമ്മ കയറാൻ നോക്ക്.